പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും ചെന്നൊളിക്കുവാൻ ഒരു അഭയസ്ഥാനമുണ്ടെന്ന് പറയുന്നത് ഓരോ ദൈവമക്കളുടെയും ധൈര്യവും ബലവുമാണ്. ഇന്ന് 57-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വചനമാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. സങ്കീർത്തനകാരൻ പറയുകയാണ്, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കും. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തില് നമുക്കെതിരെ പല തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ വരാം. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നിനക്ക് വിരോധമായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. അപ്പൊ നമുക്ക് വിരോധമായ ആയുധങ്ങൾ വരുന്നുണ്ട്. നമുക്ക് വിരോധമായി നമ്മളെ തകർക്കുന്ന രീതിയിലുള്ള ആപത്തുകൾ വരുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ഒഴിഞ്ഞു പോകുവോളം നമുക്ക് ചെന്നൊളിക്കാൻ ഒരു ചിറകുണ്ട്. 91-ാം സങ്കീർത്തനത്തിൽ വായിക്കുക, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ. ഏതാണ് ആ ചിറക്? അത് സർവശക്തനായ ദൈവമാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, സ്തോത്രം, സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിന് സദാകാലത്തും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നിനക്ക് വരേണ്ടതാണ് ആ വിപത്ത്, നിനക്ക് വരേണ്ടതാണ് ആ അനർത്ഥം, നിനക്ക് വരേണ്ടതാണ് ആ നഷ്ടം. പക്ഷെ അത് നിന്റെ അടുക്കൽ വരുമ്പോൾ നിന്നെ അത് തൊടാതെ നിനക്ക് ചെന്നൊളിക്കാൻ ഒരു സ്ഥലമുണ്ട്. അതാണ് ദൈവത്തിന്റെ ചിറക്. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10 വർഷത്തെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കി. എത്ര അനർത്ഥങ്ങൾ നിന്നെ തൊടാതെ നിന്നെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. എത്ര അപകടങ്ങൾ, എത്ര രോഗങ്ങൾ. ഇതെല്ലാം നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. കൊറോണ ദേശത്ത് എത്രയോ പേരുടെ ജീവനെ കൊയ്തു. അപ്പോഴും ആ ആപത്തൊന്നും നിനക്ക് ഭവിക്കാതെ ദൈവം നിന്നെ കാത്തില്ലേ? ഇവിടെ മനസ്സിലാക്കണം, നിനക്ക് ചെന്നൊളിക്കാൻ ഒരു സ്ഥലമുണ്ട്, നിന്നെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ നിന്ന് എന്തൊക്കെയോ ഒഴിഞ്ഞു പോകുകയാണ്. അത് നിനക്ക് വരാതെ ദൈവം നിന്നെ അത്ഭുതകരമായി കാക്കും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാതൊരു തരത്തിലുള്ള പ്രതിബന്ധവും അവർക്കുണ്ടാകാതെ ദൈവം അവരെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നീ ദൈവത്തിന്റെ സൂക്ഷിപ്പിലാണ്. ഇനിയും ദൈവം നിന്നെ സൂക്ഷിക്കും. ഗോഡ് ബ്ലസ് യു.